ഇപ്പോൾ മുസ്ലിംസിൻ്റെ നോമ്പ് കാലമൊക്കെ ആയതുകൊണ്ട് തന്നെ യൂട്യൂബ് തുറന്നാൽ ഒത്തിരി ഫുഡിൻ്റെ വീഡിയോസ് കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ കുറച്ച് ദിവസമായി ഞാൻ ഈ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കണമെന്നും പറഞ്ഞിരിക്കണത്, പക്ഷെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കുറച്ച് ദിവസം മുമ്പ് ഒരു നോമ്പ് തുറ കണ്ടപ്പോഴാണ് അതിൽ ഫ്രൂട്ട് സലാഡ് കഴിക്കുന്ന വീഡിയോ കണ്ടത്. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല. കഴിഞ്ഞ ദിവസം കടയിൽ പോയപ്പോൾ കസ്റ്റാർഡും ടൊട്ടി ഫ്രൂട്ടിയും ചെറിയൊക്കെ ഇട്ട് അങ്ങ് വാങ്ങിച്ചുകൊണ്ട് വന്നു. ഞാനിത് ഉണ്ടാക്കി എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ ഫസ്റ്റ് തന്നെ ഒരു കുഞ്ഞു കപ്പിലേക്ക് പാൽ കുറച്ച് മാറ്റി വെച്ചു. എന്നിട്ട് ആ പാലിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറും കൂടെ ആഡ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെച്ചു. അതിനുശേഷം ബാക്കി വന്ന പാലിലേക്ക് ആവശ്യത്തിന് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുത്തു. തിളപ്പിച്ചെടുത്ത പാലിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ കസ്റ്റാർഡിൻ്റെ മിക്സ് ഒഴിച്ച് പിന്നെയും ഒന്നുകൂടെ അടപ്പത്ത് വെച്ച് ചെറിയ ഫ്ലെയിമിൽ വെച്ചൊന്ന് കുറുക്കിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനത് ആറാൻ വേണ്ടി മാറ്റി വെച്ചു. അതിനുശേഷം നമുക്ക് ഫ്രൂട്ടിൻ്റെ പരിപാടിയിലേക്ക് കിടക്കാം. ഫ്രൂട്ട്സിൻ്റെ അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന ഫ്രൂട്ട്സ് 2 ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്, ഒരു മാങ്ങ എടുത്തിട്ടുണ്ട്, ടൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട്, ചെറി എടുത്തിട്ടുണ്ട്. നമുക്കിതിൽ എന്ത് ഫ്രൂട്ട്സ് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഞാൻ ഈ 4 ഫ്രൂട്ട്സാണ് എടുത്തിരിക്കുന്നത്. ഇതെല്ലാം ഞാനൊരു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ട് അതൊരു ബൗളിലേക്ക് ആക്കിയിട്ട് ഞാൻ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഫ്രൂട്ട്സ് എല്ലാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ ഒരു മിക്സ്, കസ്റ്റാർഡിൻ്റെ ആ ഒരു മിക്സ് എടുത്തിട്ട് ആ കസ്റ്റാർഡിൻ്റെ മിക്സിലേക്ക് നമ്മുടെ ഈ ഫ്രൂട്ട്സിൻ്റെ മിക്സ് കൂടെ ആഡ് ചെയ്തിട്ട് രണ്ടും കൂടി നല്ലോണം ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അതിന് ശേഷം ഞാനത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി മൂടി വെച്ച് അടച്ചിട്ട് ഞാനത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് കുറച്ച് നേരം ഫ്രീസറിലാണ് വെച്ചത്. അത് കഴിഞ്ഞിട്ട് ഞാനത് താഴേക്ക് ഇറക്കി വെച്ചു. ഞാൻ ഏകദേശം ഒരു 7-8 മണിക്കൂറോളം ഇത് വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. നമുക്ക് എത്ര നേരം വേണമെങ്കിലും വെക്കാം. കുറച്ചധികം നേരം വെക്കണമെങ്കിൽ സംഭവം നല്ലോണം ഒന്ന് തണുത്ത് സെറ്റായി നല്ല ടേസ്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇപ്പോൾ ഈ ചൂട് കാലത്ത് നമുക്ക് കഴിക്കാൻ പറ്റിയൊരു ബെസ്റ്റ് ഓപ്ഷനാണ് ഈ ഫ്രൂട്ട് സലാഡ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇതായിരുന്നു. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം കേട്ടോ.